അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ ഒരു നൂല് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഈ കഴിവുകെട്ട ആരോഗ്യമന്ത്രി കൊണ്ടെത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ തീവ്രവാദികളും വർഗീയവാദികളുമാക്കി ഈ ഗവൺമെന്റും അതിന്റെ ക്യാപ്സൂൾ നിർമ്മാതാക്കളും ഒക്കെ മാറിയ സാഹചര്യത്തിലാണ് ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ തന്റെ പ്രിയപ്പെട്ട മകൾ താൻ 10-20 വർഷക്കാലം താൻ ജോലി ചെയ്തു തന്റെ മകളെ വിദ്യാസമ്പന്നയാക്കി എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് തന്റെ മകളെ കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മാതാവ് തന്റെ മകളുടെ ഒരു ഓപ്പറേഷനുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. ആ മകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പകൽ സമയങ്ങളിൽ അന്യ വീടുകളിൽ പോയി ജോലി ചെയ്തുകൊണ്ട് ആ മാതാവ് ഒരുക്കുകയാണ്. തന്റെ മകൾ ആശുപത്രിയിലായപ്പോ ആ മകളെ സംരക്ഷിക്കാൻ, ആ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി, ഒരു മാതാവിന്റെ കടമ നിർവഹിക്കാൻ വേണ്ടി ആ ആശുപത്രിയിലെത്തിയ പാവപ്പെട്ട ആ വീട്ടമ്മ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ഈ സർക്കാരിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള പൂതി കൊണ്ട്, മന്ത്രിയുടെ ഒഴിവില്ലാത്തത് കാരണം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്യാതെ പഴയ കെട്ടിടത്തിലേക്ക് ആ ആളെ പറഞ്ഞയച്ചുകൊണ്ട് കൊലക്ക് കൊടുക്കുന്ന അതിദാരുണമായ അവസ്ഥ. ആ അവസ്ഥക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നിന്നപ്പോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോ അഭിമന്യനായ പുതുപ്പള്ളിയുടെ MLA കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരങ്ങളിൽ എന്നും ഉത്ഭവിക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടി ഉമ്മൻ വന്നിട്ട് പറയാണ്, ഇവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്, ഫയർഫോഴ്സ് വരണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് പുതുപ്പള്ളിയിലെ MLA എന്ന് പറഞ്ഞപ്പോ ആരോഗ്യമന്ത്രിയും കോട്ടയത്തെ MLA അല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ MLA നിയമസഭാ മണ്ഡലത്തിന്റെ അകത്തുള്ള കോളേജ് നിൽക്കുന്ന സ്ഥലത്തെ MLA വാസവൻ മിനിസ്റ്ററും വന്നിട്ട് പറയാണ്, അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. എവിടുന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അത് പറഞ്ഞത്. ഒരു ഇൻഫർമേഷനും ആരോഗ്യമന്ത്രിക്ക് ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ആരോഗ്യമന്ത്രി ആ സ്പോട്ടിൽ ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി 2 ദിവസമായിട്ടും തനിക്കങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ട് സമർപ്പിച്ച ആളെ സസ്പെൻഡ് ചെയ്യാൻ ആർജവം കാണിക്കാത്തത്? നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത കാലഘട്ടം. ഒരു മനുഷ്യന്റെ ജീവനെടുത്തിട്ട് സസ്പെൻഡ് ചെയ്യാൻ കാണിക്കാത്തത് തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ലിസ്റ്റിക്കാണെന്ന് മന്ത്രിമാർക്ക് കൃത്യമായി അറിയാം. ഒരു കാര്യം തീർത്തു പറയുന്നു യൂത്ത് ലീഗിന്റെ ഇന്നത്തെ ഉപരോധ സമരം ഒരുപക്ഷെ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു റോട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. ഞങ്ങൾ അല്പസമയം റോട്ടിൽ ഉപരോധം നടത്തി. ഞങ്ങൾ ഇന്ന് മാറി നിന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സഹകരിച്ചു. എല്ലാ ദിവസവും സംസ്ഥാനത്തെ യുവജന പ്രസ്ഥാനങ്ങൾ ഇതുപോലെ മാറി നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ വീടിന്റെ മുന്നിൽ പോലീസ് ഉണ്ടാക്കിയ ബാരിക്കേഡ് മറികടന്ന് ഞങ്ങളുടെ വനിതാ പ്രവർത്തകന്മാർ വീണ ജോർജിന്റെ വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ രാജിവെക്കാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനാണ് വീണ ജോർജിന്റെ തീരുമാനമെങ്കിൽ ആ കസേരക്കകത്ത് വന്ന് കസേരയിൽ നിന്ന് വീണ ജോർജിനെ പിടിച്ചിറക്കാൻ യൂത്ത് ലീഗ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിവുകെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വരും കാലങ്ങളിലുള്ള പ്രതിഷേധത്തിന്റെ ശക്തി കൂട്ടാനുള്ള അവസരം വീണ ജോർജ് ഉണ്ടാക്കരുത് എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം.